141 സങ്കീർത്തനം 9 വാക്യം. അവർ എനിക്ക് വെച്ചിരിക്കുന്ന കണിയിലും ദുഷ്പ്രവർത്തിക്കാരുടെ കുടുക്കുകളിലും അകപ്പെടാതെ വണ്ണം എന്നെ കാക്കണമേ. പ്രിയമുള്ളവരെ, ദാവീദ് ജീവിതത്തിൻ്റെ പല യാഥാർത്ഥ്യങ്ങളിൽ കൂടി കടന്നുപോയി. ദൈവത്തിൻ്റെ പൈതൽ എന്നുള്ള നിലയിൽ ദാവീദിന് തൻ്റെ ദൈവമായിട്ടുള്ള യഥാർത്ഥ ബന്ധം അറിയാമായിരുന്നതുകൊണ്ട് ഓരോ പ്രശ്നങ്ങളുടെ മധ്യത്തിലും ദൈവമായിട്ടുള്ള ബന്ധം ഉറപ്പിച്ചു പോന്നു. ഓരോ വേദനയുടെ ഘട്ടത്തിലും സങ്കടത്തിൻ്റെ ഘട്ടത്തിലും ശത്രുഭീതിയിലും ദൈവത്തോട് നിലവിളിച്ചു. ഒത്തിരി ശത്രുക്കൾ ദാവീദിനുണ്ടായിരുന്നു. ആ ശത്രുക്കളുടെ ഭീതിയൊക്കെ എപ്പോഴും നിലനിന്നിരുന്ന സമയത്തും ദാവീദ് പ്രാർത്ഥിച്ച അവർ എനിക്ക് വെച്ചിരിക്കുന്ന കണിയിലും കുടുക്കുകളിലും അകപ്പെടാതെ എന്നെ കാക്കണമേ. നമ്മുടെ പ്രാർത്ഥന ഇതായിരിക്കട്ടെ. ഒരു ദൈവ പൈതലിൻ്റെ പ്രാർത്ഥന. ശത്രു എപ്പോഴും ഉണ്ട്, പക്ഷെ ശത്രുവിൻ്റെ കണിയോ അവരുടെ കുടുക്കോ നമുക്ക് ബാധകമാകാതിരിക്കാൻ പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് ഇന്ന് രാവിലെ അങ്ങനെ പ്രാർത്ഥിക്കാൻ സാധിക്കുമോ? നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്നും പുറത്തു വരുവാൻ സാധിക്കും. ദാവീദിനെ പോലെ വിശുദ്ധരായി ജീവിക്കാം, പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, കണിയിലും കുടുക്കുകളിലും ദുഷ്പ്രവർത്തിക്കാരുടെ ഇടയിലും അകപ്പെടാതെ വണ്ണം നിന്റെ മക്കളെ കാത്തുകൊള്ളും. യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ. ഗോഡ് ബ്ലെസ് യു. തിരുരക്തം നമുക്ക് കോട്ടയായിരിക്കട്ടെ. വീണ്ടും നമുക്ക് കൂടി വരാം.